ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട്, 9 ദിവസമായി. അപ്പോൾ ഓരോരോ തിരക്കും കാര്യങ്ങളും കാരണമായിട്ട് അത്ര വൈകിയത്. അപ്പം ഇന്ന് രാവിലെ തന്നെ കിച്ചണിലൊക്കെ എത്തിക്കണേ. രാവിലെ നടക്കാൻ പോക്കൊക്കെ കഴിഞ്ഞാണ് കേട്ടോ കിച്ചണിലെത്തിയത്. ഞാൻ തലേന്ന് രാത്രി തന്നെ നാളെ സ്കൂളിലെ ദിവസമാണെങ്കിൽ തലേന്ന് തന്നെ ഒരുപാട് പണിയൊക്കെ ഞാൻ ഒരുക്കി വെക്കും. ഇന്നും അതേപോലെയൊക്കെ ഒരുക്കി വെച്ചിരിക്കണം. അപ്പം ഇതുവിന് പോകാനായിക്കണ്, 6:15 ആയിക്കണവന് മദ്രസ പോകണം. അപ്പോൾ അവന് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കട്ടോ. ഇതിൽ ഞാൻ റെസിപ്പിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. മുട്ടയപ്പം ഉണ്ടല്ലോ, മുട്ട ചേർക്കാത്ത മുട്ടയപ്പം, അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുടിക്കാൻ വേണ്ടി തലേന്ന് തന്നെ രാത്രി തിളപ്പിച്ച് വെക്കലാണ്. എന്നാൽ പിറ്റേന്നൊക്കെ വെള്ളം നല്ലോണം തണുക്കുമല്ലോ, ചൂടാറുമല്ലോ. അപ്പോൾ ഇന്നലെ രാത്രി ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അതൊക്കെ ഒന്ന് തിളപ്പിക്കാൻ ഈസി കുക്കുമ്പോൾ വെച്ചു. പിന്നെ അടുത്ത പണി, നമ്മൾ തലേന്ന് രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അതാത് ഓരോരോ പാത്രങ്ങളും ഓരോരോ സ്ഥലം ഉണ്ടല്ലോ നമുക്ക് വെക്കാൻ. അപ്പം അതിനനുസരിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെയുള്ള പണി നമ്മളെ ചോറ് വെക്കുക എന്നുള്ളത്. അപ്പോൾ ചോറൊക്കെ അളന്നുങ്ങാണ്ട് കുക്കർക്ക് ഇട്ടെടുത്തേക്കണ്. അരിയൊക്കെ കഴുകിയിട്ട് വെള്ളമൊക്കെ മുഴുവനായിട്ട് നിറച്ചൊരു 3/4 വെള്ളം ഒഴിച്ചെടുത്തു. നമുക്ക് ഒറ്റ വിസിലിന് ഇതും വേവിച്ചെടുക്കുക. അപ്പോൾ സ്കൂളിലെ ദിവസം ഒരു ടൈം ടേബിൾ പ്രകാരം ഇങ്ങനെ എടുത്ത് പോവുകയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് മക്കളെ സ്കൂൾക്ക് പറഞ്ഞയക്കുന്ന ദിവസം. ഞാൻ ആസ്വദിച്ച് കുക്കിംഗ് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ മക്കളെ സ്കൂൾക്ക് വിടണമെന്ന്. അപ്പം നമുക്ക് മുട്ടയപ്പത്തിൻ്റെ റെസിപ്പി നോക്കട്ടോ. അപ്പോൾ തലേന്ന് രാത്രി തന്നെ കുതിരാൻ വെച്ചിന് 3 കപ്പ് അരിയുണ്ട് കേട്ടോ. അതൊക്കെ കഴുകിയിട്ട് ഞാൻ പകുതി മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം 3 കപ്പ് അരിക്ക് 1 കപ്പ് ചോറ്. അപ്പോൾ ഞാൻ പകുതി അരിയാണല്ലോ മിക്സിൻ്റെ ജാർക്ക് ഇട്ടെടുത്ത്. അപ്പോൾ പകുതി കപ്പ് 1/2 കപ്പ് ചോറ് ഇട്ടെടുത്ത്. അതേപോലെ വെള്ളം 1/2 കപ്പ് ഒഴിച്ചെടുത്ത് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കുക. നല്ലോണം അരയണം. അപ്പോഴാണ് നമ്മളെ മുട്ട ചേർക്കാത്ത മുട്ടയപ്പം നല്ല റെഡി ആയി കിട്ടുട്ടോ. നല്ല സോഫ്റ്റായിട്ടും കാണാനും നല്ല മുഞ്ചിൽ കിട്ടുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ നല്ലോണം ഫൈനായിട്ട് അരച്ചെടുത്തിട്ടോ. ഇനി ബാക്കിയുള്ള അരിയും കൂടി ഞാൻ അതേപോലെ അരച്ചെടുക്കുകയാണ്. ബാക്കിയുള്ള അരിക്ക് 1/2 കപ്പ് ചോറും 1/2 കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതൊക്കെ ആവശ്യത്തിന് ഉപ്പിട്ടുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചുട്ടെടുക്കാൻ വിചാരിച്ചുകൊണ്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ബീൻസ് ഉപ്പേരിയാണ് കേട്ടോ. അതൊക്കെ കഴുകിങ്ങാണ്ട് അതിൻ്റെ ആരുണ്ടല്ലോ സൈഡിലുള്ള അതൊക്കെ കളഞ്ഞുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കണം. അതേപോലെ നമ്മളെ ചിക്കനൊക്കെ മസാല പുരട്ടിങ്ങാണ്ട് അതും തലേന്ന് രാത്രിനൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം. അപ്പോൾ അതിങ്ങനെ വരട്ടാനുള്ള മസാല കേട്ടോ ഞാൻ തയ്യാറാക്കിയത്. അപ്പോൾ അതങ്ങനെ ചുറ്റിങ്ങാണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തുകൊണ്ട് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. പിന്നെ നമ്മളെ ബീൻസ് കട്ട് ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുക. ആദ്യം ചോറും കൂട്ടാനും ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. മക്കൾ പോണ എല്ലാ വീട്ടിലും രാവിലത്തെ തിരക്ക് ഇങ്ങനെ കേൾക്കാറല്ലേ. അപ്പം ഞാനിതൊക്കെ നല്ലോണം ആസ്വദിച്ചുകൊണ്ടാണ് കേട്ടോ എല്ലാ ജോലികളും ചെയ്യണത്. എനിക്ക് മക്കളൊക്കെ ഇങ്ങനെ ടിഫിൻ ബോക്സിൽ ചോറൊക്കെ ആക്കിങ്ങാണ്ട് പറഞ്ഞയക്കുക ഇതൊരു പണിയായി തോന്നണില്ല. ചിലവർ പറഞ്ഞ് ഞാൻ കേട്ടിക്കണ് രാവിലെ ഭയങ്കര പണിക്കാരൻ മക്കൾക്ക് ചോറ് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ പറയണേ ഞാൻ കേട്ടിക്കണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുത്തയക്കുക, അതേപോലെ അവരെ ഒരുക്കി പറഞ്ഞയക്കുക. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഭാഗ്യമാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യണതും ഇങ്ങനെയൊക്കെ കിട്ടണതൊക്കെ. അപ്പോൾ അതൊക്കെ മക്കൾ വലുതായാൽ അതും നടക്കൂല. അപ്പോൾ അതൊക്കെ നല്ല എൻജോയ്മെൻറ്റിൽ ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ തട്ടിക്കൂട്ട് സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടല്ലോ അതും ഉണ്ടാക്കി എടുത്തേക്കണ്. ഇത് പിന്നെ പത്തിരിക്കും അപ്പത്തേക്കും എല്ലാത്തേക്കും കോമ്പിനേഷനാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ മുട്ടയപ്പം ഉണ്ടല്ലോ അതൊന്ന് ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചുകൊണ്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചെടുത്തേക്കണം. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായപ്പം ഓയിൽ ഒഴിച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ചെടുത്ത ഓയിലുണ്ടല്ലോ നല്ലോണം ചൂടായിട്ട് പിന്നെ ഗ്യാസ് സിമ്മിലാക്കുക. പിന്നെ നമ്മൾ ചുട്ട് കഴിയണത് വരെയും ഗ്യാസ് സിമ്മിൽ തന്നെയാണ്, പിന്നെ ഫുള്ളിലാക്കാൻ പാടില്ല കേട്ടോ. അപ്പോഴാണ് നമ്മൾ മുട്ടയപ്പം നല്ലോണം റെഡി സെറ്റായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് മാവ് ഒഴിച്ചെടുത്തിട്ടോ. അപ്പോൾ എണ്ണ കുറച്ചധികം ചൂട് കയറിപ്പോയി, അതുകൊണ്ട് നല്ലോണം അങ്ങോട്ട് പൊള്ളച്ച് വന്നിട്ടില്ല. ഇത് ഹെൽത്തി ആണോ ചോദിച്ചാൽ ഹെൽത്തി അല്ല. പിന്നെ നമ്മൾ പൂരിയും അങ്ങനെയൊക്കെ എണ്ണക്കടികൾ എണ്ണയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എപ്പോഴെങ്കിലൊക്കെ ഒരു ദിവസം കൂട്ടുന്നതിന് കുഴപ്പമില്ല. അപ്പം എന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ സ്പെഷ്യൽ കടികളൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുക.
അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല സോഫ്റ്റുമാണ്. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഇത് ഞാൻ പൊങ്ങണതും അതേപോലെ തിരിച്ചിടുന്നതൊക്കെ സ്പീഡ് കൂട്ടിയിരിക്കണം. അപ്പോൾ കുറച്ച് അത്യാവശ്യം വേവുണ്ട്. നമ്മൾ നെയ്യപ്പൊക്കെ വേവിച്ചെടുക്കൂലേ, അതേമാതിരി കുറച്ച് വേവുണ്ട് കേട്ടോ. അതേപോലെ നല്ലോണം ചുമന്ന കളറാവും ചെയ്യരുത്, അപ്പം ക്രിസ്പിയായി മാറും. അപ്പം മക്കളൊക്കെ സ്കൂൾക്ക് പോകണവരുണ്ടെങ്കിൽ നല്ലോണം ആസ്വദിച്ച് നല്ലോണം കുക്ക് ചെയ്ത് കണ്ട് നല്ല ഉഷാറോട് കൂടി നല്ല ഇഷ്ടത്തോടു കൂടി നമ്മളെ ജോലികളൊക്കെ ചെയ്തിട്ട് മക്കളെ പറഞ്ഞയക്കുക. അപ്പോൾ അതൊക്കെ നമുക്കൊരു അവസരങ്ങളാണ്. പിന്നെ നമുക്ക് ഒരു ഓർമ്മയായി മാറും. മക്കളൊക്കെ വലുതായ പിന്നെ അതൊരു ഓർമ്മയാണല്ലോ. അപ്പം അതുകൊണ്ട് ഓരോരോ അമ്മമാരും കിട്ടിയ അവസരം മുതലാക്കുക. അപ്പോൾ വാവക്കുള്ള ലഞ്ചൊക്കെ കൊണ്ട് വാവ പോയി. ആദ്യം അത് പോകുമ്പോഴത്തേന് 9:30 ആവും. അപ്പം നമുക്കൊന്ന് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വെള്ളരിക്ക കറിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വെള്ളരിക്ക കട്ട് ചെയ്ത് കണ്ട് വെള്ളത്തിലിട്ടേച്ചിനി. അപ്പോൾ അതൊക്കെ നല്ലോണം കേക്കിയിട്ട് ഞാൻ കുക്കർക്ക് ഇട്ടെടുത്ത്. പിന്നെ 2 തക്കാളി കട്ട് ചെയ്തത് അത് ഇട്ടെടുത്ത്. പിന്നെ ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തത് അത് ഇട്ടെടുക്കുക. അതിൻ്റെ എല്ലാവരും വന്ന് ചായയും കുടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ 9:30 ആദ്യം അതും പോവും, അതേപോലെ 10 മണിക്ക് മിതും പോവും. അങ്ങനെയാണ് ഇവിടെ രാവിലെ നേരത്തെ പോകൽ വാവയാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പിട്ട് എടുത്തുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് കുക്കറിൽ ഒരു 3-4 വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളരിക്ക വേഗണ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഞാൻ പൂണ്ടും കണ്ട് ഒരു മിക്സിൻ്റെ ജാർക്ക് ഇട്ടെടുത്ത് അപ്പോൾ അരമുറി തേങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിക്കൊരു പിടി ചീരുള്ളി, അപ്പോൾ കുറച്ചധികം ചീരുള്ളി വേണം. വെളുത്തുള്ളി 2 അല്ലി മതി. അതേപോലെ 1/4 ടീസ്പൂൺ നല്ല ജീരകം. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്ത് കണ്ട് പിന്നെ
പിന്നെയാണ് കേട്ടോ വെള്ളം ഒഴിച്ചാണ് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കുന്നത്. ഒരു സംഭവം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരിനെല്ലിക്കൻ്റെ അത്ര വലുപ്പമുള്ള ഒരു ചെറിയൊരു പുളിൻ്റെ കഷ്ണം കേട്ടോ. അപ്പം പുളി ഏറിപ്പോവരുത്, കുറച്ച് മതി. എന്നിട്ട് നമുക്ക് ഈ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചെടുത്ത് കണ്ട് ഒന്ന് കറി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ സമയം 8:30 കേട്ടോ. അപ്പോൾ 8:30 ആയപ്പോൾ തന്നെ ചോറും അതേപോലെ കറിയും ഉപ്പേരിയും ചിക്കൻ വരട്ടും ഒക്കെ റെഡി ആക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളത് ക്ലീനിങ് ആണ്. അതേപോലെ മക്കളെ 1 മണിക്കൂർ ഞാൻ ഓല 8:30 തൊട്ട് 9:30 വരെ ഞാൻ ഓല കൂടെ നിൽക്കും കേട്ടോ. ഓലെ കുളിപ്പിച്ചെടുക്കുക, അതേപോലെ ഓൽക്ക് ഭക്ഷണം കൊടുക്കുക, ഓല ഒരുക്കി പറഞ്ഞയക്കുക. അതിന് 1 മണിക്കൂർ ഞാൻ മാറ്റി വെക്കും. അങ്ങനെ ഇനി അടുത്ത ഊഴം ഓല സെറ്റാക്കലാണ് കേട്ടോ. ഇനി ഓൽക്കുള്ള കഞ്ഞി കൊടുക്കട്ടെ. ഇപ്പം കിച്ചൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് കണ്ടോ. ഇനി കുറച്ച് പാത്രങ്ങളുണ്ട്, അതൊന്ന് കഴുകി വെച്ചിട്ട് അവർക്ക് കഞ്ഞി കൊടുത്തുകൊണ്ട് അവരെയൊക്കെ ഒന്ന് പറഞ്ഞയച്ചിട്ടാണ് ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ ഏറ്റെടുക്കുള്ളൂ. ആദ്യം അതൊന്ന് കുളി കഴിഞ്ഞ് അപ്പം പോകണം കേട്ടോ സ്കൂൾക്ക്. അപ്പം അതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അവർക്ക് ലഞ്ച് ബോക്സൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. അതൊക്കെ ബാഗിലാക്കിയ കുളി കഴിഞ്ഞ് വേഗം തുണിക്കുപ്പായൊക്കെ മാറ്റിക്കാണ്ട് പെട്ടെന്ന് പറഞ്ഞയക്കാമല്ലോ. അപ്പം ഒരാൾക്ക് ചോറും 2 ചോറും വെച്ചെടുത്ത്, ഒരാൾക്ക് ഉപ്പേരി വേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഉപ്പേരി വെച്ചെടുത്തിട്ടില്ല. അതേപോലെ കറിയും കൊടുത്തിട്ടുണ്ട്. കറി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കും. അപ്പം 2 പാത്രത്തിലും കറിയും വെച്ചെടുത്തു. പിന്നെ നമ്മളെ സ്ഥിരം കക്കരിക്ക് ക്യാരറ്റ് ഞാൻ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ഞാൻ അങ്ങനെ വെച്ചെടുക്കലുണ്ട്, അതും വെച്ചെടുത്തു. അപ്പോൾ അതും അവിടെ കയറിയിരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഓന് ഉപ്പേരി വേണ്ട ഇറങ്ങാണ്ട്. അപ്പോൾ ഒരാൾ പിങ്ക് പാത്രം ഓൻ്റെതാണ്, മറ്റേ ആൾ ഓൻ്റെതാണ് ഇറങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കച്ചറി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ രസമാട്ടോ. ആ കച്ചറ സോൾവ് ചെയ്തുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ. അപ്പം ഞാൻ സ്നാക്സ് വെച്ചെടുക്കും. അപ്പം അതിലേറെ വലിയ കച്ചറയാണ് അവിടെ നടക്കുന്നത്. അപ്പം ഞാൻ ചെറിയ പാത്രത്തിൽ പോപ്കോൺ ഉണ്ടാക്കി തലേന്ന് രാത്രി, അത് വെച്ചെടുത്തു. അപ്പോൾ പിന്നെ ആദ്യക്ക് അതിൽ വേണ്ട, മറ്റേ വലിയ പാത്രത്തിൽ നിറച്ച് പോപ്കോൺ വേണമെന്ന് പറഞ്ഞാണ്ട്. അപ്പം അതിൻ്റെ പകുതി അത് അയക്കാൻ ഇട്ടെടുത്തുകൊണ്ട് അങ്ങനെ അതിൻ്റെ പകുതി ആക്കിങ്ങാണ്ട് 2 പാത്രത്തിലും അങ്ങനെ മാറ്റി കൊടുത്തു. പിന്നെ വത്തൊക്കെ കട്ട് ചെയ്തത് ഞാൻ ആ ചെറിയ പാത്രത്തിലും അങ്ങനെ ആക്കി വെച്ചെടുത്ത്. അങ്ങനെ 2 ഒരാൾക്ക് പറ്റണ ചിലപ്പോൾ ഒരാൾക്ക് പറ്റൂല. ഭയങ്കര വാശിയാണ് 2. അതൊക്കെ നമ്മൾ സോൾവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകണം. എല്ലാവരും പറഞ്ഞിട്ട് ഇരട്ടക്കുട്ടികൾക്ക് ഒരേ സ്വഭാവം ഇക്കാറുന്നത്. 2 വ്യത്യസ്ത സ്വഭാവമായിട്ട് 2
അങ്ങനെ രണ്ടാക്കും സ്നാക്സും വെച്ചെടുത്തു. ഇനി വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിരുന്നല്ലോ, അതൊക്കെ ഒന്ന് ചൂടാറാൻ വെച്ച് കണ്ട് അതും കുറച്ച് ഒഴിച്ചു കൊടുത്ത്. നിറയെ ഒഴിച്ചു കൊടുക്കൽ കേട്ടോ, ഒരു ഫുള്ളായിട്ടൊന്നും കുടിക്കൂല. അപ്പോൾ ഞാനൊരു മുക്കാലൊക്കെ ആക്കിയാണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കൽ. ഇനി ഓലെ കുളിപ്പിച്ചുകൊണ്ട് അടുത്തോയും ഓലെ കുളിപ്പിച്ചുകൊണ്ട് യൂണിഫോമൊക്കെ ഇട്ടെടുത്തുകൊണ്ട് പറഞ്ഞയക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലഞ്ച് ബാഗിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാഗുമ്മേ അമ്മാനും ആദം എന്ന് പേര് എഴുതിയേക്കാണ് കേട്ടോ. കാരണം ഓർക്ക് ചിലപ്പോൾ ഒരാൾക്ക് പറ്റണാവില്ല, ഒരാൾക്ക് പറ്റണത്. അപ്പം അങ്ങനെ പേരിനനുസരിച്ച് എടുത്ത് കൊടുത്തോളും. ഇപ്പോൾ ഒരാൾക്ക് ഉപ്പേരി വേണ്ട, ഒരാൾക്ക് ഉപ്പേരി വേണം. അപ്പം അതിനനുസരിച്ച് പേര് എഴുതിയാണ്ട് ആ ബാഗിലാണ് വെച്ചു കൊടുക്കുക. അപ്പം ഇന്നത്തെ ദിവസം ഒരു ബുധനാഴ്ചയാണ്. അപ്പോൾ യൂണിഫോം അല്ല, കളർ ഡ്രസ്സാണ്. അപ്പോൾ രണ്ടാക്കും കളർ ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് അങ്ങനെ പറഞ്ഞേക്കാണ്. അപ്പോൾ യൂണിഫോം ഇടുന്ന ആദ്യമൊക്കെ കണ്ണിൻ്റെ അര കണ്ടുവിടും. അവന് ഇഷ്ടമല്ല ട്രൗസറായിട്ടേ, അവനാണെങ്കിൽ ഫുള്ളായിട്ടുള്ള പാൻറ്റ് വേണം. അപ്പോൾ അന്ന് നല്ല സന്തോഷത്തിലാണ് ആദ്യം പോണത്. ഇനിയിപ്പോൾ രണ്ടാളീ റോഡൊക്കെ ഒന്ന് വിലക്ക് മുറിച്ച് കണ്ട് അപ്പുറത്ത് ഗ്രൗണ്ടൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഗ്രൗണ്ട് വരെ ആക്കി കൊടുക്കലാണ്. ചിലപ്പം നായ്ക്കളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സ്കൂൾ വരെ തന്നെ ആക്കി കൊടുക്കും. മറ്റേത് ഗ്രൗണ്ടൊക്കെ ഇറക്കി കൊടുത്താൽ ടീച്ചർമാർ വന്ന് അങ്ങനെ ഓലെ കൊണ്ടുപോകും. അങ്ങനെ മക്കളൊക്കെ സ്കൂളിലാക്കി തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. ഇനി അടുത്ത ഊഴെന്ന് പറയണത് അവർ അവിടെ ഇവിടെയൊക്കെ തുണികൾ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി എടുത്ത് വെക്കുക. അതേപോലെ അലക്കാനുള്ളതൊക്കെ അലക്കിയെടുക്കുക. പിന്നെ അടിച്ച് വാരുക, തുടക്കുക. അതൊക്കെയാണ് ഇനിയുള്ള പണി കേട്ടോ. അപ്പം ഇനി ഇത് പോകാനിരിക്കണം. അപ്പോൾ അവനുള്ള അങ്ങനെ എന്തെങ്കിലും കൂട്ടാൻ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ വണ്ടിക്ക് ബസ്സിനല്ല പോകും. അപ്പോൾ ബസ്സിൻ്റെ വണ്ടിക്കൂലിയും കൊടുത്ത് അങ്ങനെ ഓൻ പോയി. അപ്പോൾ എത്ര നേരമായിട്ട് ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. ചായ കുടിക്കണം. അപ്പോൾ ചായ കുടിക്കുന്നതിന് മുന്നേ അലക്കാനുള്ളതൊക്കെ മെഷീനിലിട്ടാൽ പിന്നെ അടിച്ചലും വാരലും തുടക്കലൊക്കെ കഴിയുമ്പോഴത്തേന് മെഷീനിലുള്ള അലക്കലൊക്കെ കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് അലക്കാനിടട്ടെ.
മക്കളൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരുന്ന് അങ്ങനെ ടൈം പോകട്ടെ. അപ്പോൾ നമ്മളെ ബാക്കിയുള്ള ജോലികളൊക്കെ അവിടെ കിടക്കും. അപ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഫോൺ എടുക്കുക. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫോണിലൊക്കെ നോക്കിയിരിക്കുമ്പോൾ ആരെങ്കിലും വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ വീടൊക്കെ വൃത്തിയായിട്ടിരിക്കും. അല്ലെങ്കിൽ ആകെ അലങ്കോലമായിട്ടേക്കാരും ഇരിക്കൽ. ഇനി എനിക്ക് അടിച്ചു വരാനും തുടക്കാനും കുളിക്കാനുണ്ട്. അതൊരു അരമണിക്കൂറിനുള്ളിൽ അതും കഴിയും. പിന്നെ കുളിയും കഴിഞ്ഞുകൊണ്ട് ഒരു ബാങ്ക് കൊടുക്കുന്നത് വരെ ഞാൻ എഡിറ്റിങ്ങിന് ഇരിക്കും. വീഡിയോ ഒക്കെ കേക്കിൻ്റെ വർക്കൊന്നും ഇല്ലെങ്കിൽ എനിക്ക് എഡിറ്റിങ്ങിന് ഇരിക്കാൻ സമയം ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം മയങ്ങാനും ഒക്കെ സമയം ഉണ്ടാവും. അപ്പോൾ സ്കൂളിലെ ദിവസം ഒരു 11 മണി വരെ ഇങ്ങനെയായിട്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.